കോൺഗ്രസ് ഇത്രയും നാൾ തുടർന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം. കേരള സംസ്ഥാനത്ത് വ്യവസായവൽക്കരണത്തിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട്, വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കേന്ദ്ര സർക്കാർ അടക്കമുള്ളവരെല്ലാം വ്യവസായികൾ തന്നെ അംഗീകരിക്കുന്ന കാര്യവും. അത് പറഞ്ഞതിന്റെ പേരിൽ ഈ കോലാഹലം മുഴുവൻ. അങ്ങനെ സത്യം തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കോൺഗ്രസ് ഇന്ന്. എങ്കിലും അദ്ദേഹം വേറെ വഴികൾ നോക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കോൺഗ്രസ് വിട്ടു എന്നുള്ളത് കൊണ്ട് ശശി തരൂർ അനാഥാവില്ല ചില കാര്യം. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം നിലപാടുകൾ വ്യക്തമാണ്. അദ്ദേഹം വരികയാണെങ്കിൽ സിപിഎം തയ്യാറാണ്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് എത്ര പേരെയാണ് സ്വീകരിച്ചിട്ടുള്ളത്? കഴിഞ്ഞ ദിവസം കോഴിക്കോട് പാർട്ടി സെക്രട്ടറിയല്ലേ ചെന്ന് അവരെ കൈകൊടുത്ത് സ്വീകരിച്ചത്. ശശി തരൂർ ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പുണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശശി തരൂർ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ വായിൽ ഞങ്ങളുടെ വാക്ക് സ്ഥിരീകരിച്ചതെന്ന് ഞാനില്ല. അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാകുന്നത് ഒരു കാര്യം ഉറപ്പ്, കേരള രാഷ്ട്രീയത്തിൽ ശശി തരൂർ അനാഥാണ്. അതുപോലെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഈ UDF മുന്നണിയിൽ എല്ലാവരും അസംതൃപ്തരാണ് എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതിനെങ്ങനെയാണ്? കാരണം കോൺഗ്രസിനുള്ളിൽ അത്രക്കേറെ ഭിന്നതയാണ്. കോൺഗ്രസ്സാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി. അങ്ങനെ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയിൽ ഭിന്നതയും കാലുവാരിലും വർദ്ധിച്ചു വരുമ്പോൾ ബാക്കിയുള്ളവർ അസംതൃപ്തരാകും. തങ്ങളുടെ ഭാവി എന്തെന്ന് മുന്നണിയിലുള്ളവർ ചിന്തിക്കത്തില്ല. ഡെമോക്രാറ്റിക് ഫംഗ്ഷനിങ് കേരള രാഷ്ട്രീയം ഇതുവരെ തുടർന്നു വന്ന ഒരു സമീപനത്തെ പരിപൂർണമായി തള്ളിക്കളയുന്ന രാഷ്ട്രീയ സമീപനമാണ് കോൺഗ്രസിൽ നിന്നെത്തുന്നത്. കേരളത്തിലെ LDFും UDFും കടുത്ത മത്സരത്തിൽ ഇന്നല്ല എത്രയോ ദശാബ്ദമായി തുടരുന്നു. അങ്ങനെ ചെയ്യുമ്പോഴും ചില കാര്യങ്ങളിലൊക്കെ യോജിക്കുക മാത്രമല്ല, നാടിന്റെ വികസന കാര്യങ്ങളിൽ യോജിച്ചാൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇത് ഇന്നിപ്പോൾ ഇവിടെ അധികാര വികേന്ദ്രീകരണമാണ് നടക്കുന്നത്. ജനകീയ ആസൂത്രണം കേരളത്തിൽ നടപ്പാക്കിയത് UDFിന്റെ സഹകരണത്തോടെ. UDF അധികാരത്തിൽ വന്നിട്ടും അതിനെ പാടയില്ലാക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒരു തുടർച്ചയുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. സാധ്യമായിട്ട്